സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ഖൽബിലോ നമ്മുടെ മനസ്സിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകമായി എൻ്റെ മുഅ്മിനീങ്ങളെ ഞാൻ ഉണർത്തുകയാണ്, നമ്മുടെ ജീവിതമുണ്ടല്ലോ പരിശുദ്ധമായ ജീവിതമാകണം. ഒരു മനുഷ്യന്റെ ജീവിതത്തെ 3 ഭാഗങ്ങളായി 3 പാർട്ടുകളായി നമുക്ക് തിരിക്കാമല്ലോ. അതിൽ ഒന്നാമത്തത് അവൻ്റെ വ്യക്തി ജീവിതമാണ്, രണ്ടാമത്തത് അവൻ്റെ കുടുംബ ജീവിതമാണ്, മൂന്നാമത്തത് സാമൂഹികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ്. ഇത് 3ഉം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ക്ലിയറായി വരണം. എന്നാലല്ലേ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നാം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതം ക്ലിയറാക്കണം. ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ ജീവിതം ക്ലിയറാകണം. ആ ഒരു സെറ്റപ്പ് ഈ സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. എത്രയെത്ര ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരസ്യത്തിൽ കാണുമ്പോൾ നല്ല വ്യക്തിയാണ്, തലപ്പാവുണ്ട്, താടിയുണ്ട്, വെള്ളവസ്ത്രമുണ്ട്, നല്ല നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്. അത് പരസ്യത്തിൽ മാത്രം. രഹസ്യത്തിലാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അനാചാരങ്ങളും അക്രമങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അവൻ്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നു രഹസ്യത്തിൽ. പരസ്യത്തിലോ നല്ല വ്യക്തിയാണ്. രഹസ്യത്തിൽ അവൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, അവൻ്റെ റൂം പൂട്ടിയിട്ട് അതുപോലെ തന്നെ അതേ ഇരുട്ടായ റൂമിൽ കിടന്ന് അവൻ്റെ മൊബൈലിലൂടെ അശ്ലീലങ്ങളും അതുപോലെ തന്നെ വേണ്ടാവൃത്തികളും ദർശിക്കുന്നുണ്ട്. ഈ രൂപത്തിലുള്ള ജീവിതമുണ്ടാകാൻ പാടില്ല. ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം കേട്ടോ, അല്ലേ? ചില ആളുമാരെ പരസ്യ ജീവിതമാത്തു കണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുമാരകളെ കൈമുത്തി പോവാറി. നേരെ മറിച്ചുകൊണ്ട് രഹസ്യമാത്ത് പരിശോധനാക്കിയെങ്കിലാ ആ കൈ മുത്തിയങ്ങ അതേ കയ്യിലുണ്ട് കൊത്തി പോവാറ്. ആ ഒരു നിലപാടല്ലേ എൻ്റെ കൂട്ടുകാരെ? സുബ്ഹാനല്ലാഹ് പറയുന്ന ഞാനടക്കം ശ്രദ്ധിക്കണ്ടേ? രഹസ്യത്തിലും പരസ്യത്തിലും യജമാനനായ റബ്ബിനെ പേടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹുഖൂഖുകൾ, നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, നമ്മുടെ ഉസ്താദുമാരെ ആദരിക്കണം. അതുപോലെ തന്നെ സദാത്യങ്ങളെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ മുതിർന്ന വയസ്സുള്ളവർക്ക് ബഹുമാന ആദരവുകൾ വകവെച്ച് കൊടുക്കണം. അത് ഹബീബിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു ബഹുമാനിച്ച സർവ്വതും ബഹുമാനിക്കുക, അള്ളാഹു നിസ്സാരപ്പെടുത്തിയ സർവ്വതും നിസ്സാരമായി തന്നെ കാണുക. അത് ഇസ്ലാമിൻ്റെ അജണ്ടയാണ് സഹോദരങ്ങളെ. ആയതുകൊണ്ട് നമ്മുടെ ഈമാൻ അളക്കാൻ നമുക്ക് കഴിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ബിസ്മില്ലാഹ്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. ആഖിറത്തിൽ നമ്മളോട് ചോദിക്കപ്പെടും നീ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അതിൻ്റെ മുമ്പ് നിന്റെ സ്വന്തം നഫ്സിനോട് നീ ഒന്ന് പരിശോധന നടത്തണം. ഞാൻ ഇന്ന് സുബഹിക്ക് എണീറ്റ് രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാം തെറ്റിൽ ഏർപ്പെട്ടു എന്ന് നീ ഒന്ന് നിന്റെ സ്വന്തം ശരീരത്തോട് തന്നെ ഒന്ന് ചോദിക്കണം. ആത്മപരിശോധന നടത്തണം. നിന്റെ ഈമാൻ എത്രമാത്രം ഉറപ്പുണ്ട് എന്ന് നീ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടണം. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല, നമ്മുടെ ഇസ്ലാം ശരിയായിട്ടില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനുള്ളവരായ സ്ഥിതിയിൽ മുസ്ലിമായ രീതിയിൽ മരിക്കണം. ആ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനനുസരിക്കുന്ന സംവിധാനം നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, എൻ്റെ സ്വന്തം നഫ്സിനോടും പറയുന്നു, അഹ്സിൻ ഇലാ ജാരിക തകുൻ മുസ്ലിമാ. ഒരു മനുഷ്യൻ യഥാർത്ഥമായ മുസ്ലിമാകണമെങ്കിൽ, അവൻ്റെ ഇസ്ലാമിയത്തിന് കമാലിയത്ത് ലഭിക്കണമെങ്കിൽ, അവൻ്റെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആദരവുകളും ബഹുമാനങ്ങളും സ്നേഹങ്ങളും വകവെച്ച് കൊടുക്കലോടുകൂടെ നിന്റെ അയൽവാസികളെ,
ജാതി മതഭേദമന്യേ അവർക്കും എല്ലാവിധ ആദരവുകളും നീ വകവെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമാണ് മോനെ നിന്റെ ഇസ്ലാമിയത്തിന് കമാലിയത്ത് ലഭിക്കുന്നുള്ളൂ. ബിൽ മുഅ്മിനീന ഖൈറാ. വല്ലാത്ത ഒരു അദാബാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയത്. ഭാര്യ ഭർത്താവിനെ തെറ്റിദ്ധരിക്കുന്നു, ഭർത്താവാണെങ്കിലോ ഭാര്യയെ തെറ്റിദ്ധരിക്കുന്നു. ജ്യേഷ്ഠൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും തമ്മിൽ അയൽവാസികളും തമ്മിൽ തെറ്റിദ്ധാരണയിലൂടെ ജീവിക്കുകയാണ്. അത് വല്ലാത്ത ഒരു രോഗമാണ്. ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നു, നീ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ബിൽ മുഅ്മിനീന ഖൈറാ. മുഅ്മിനീങ്ങൾ തമ്മിൽ നല്ലത് മാത്രം വിചാരിക്കണം, ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചില്ലറ കാര്യങ്ങളാണ്. നാം അതിനെ നിസ്സാരമായി കാണുന്നു. അങ്ങനെ അവനെ ചെയ്തു, അവൻ എന്ത് ചെയ്തു, അവൻ മറ്റത് ചെയ്തു എന്ന് വെറുതെ പറഞ്ഞ് നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്നു. ഇതൊന്നും ചില്ലറ കാര്യമല്ല. ഈമാനിൻ്റെ കമാലിയത്തിന് കലങ്കം സൃഷ്ടിക്കുന്ന വലിയ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിലൂടെ വളർത്തണം. അതോടെ നമ്മുടെ നാവ് നാം നല്ലവണ്ണം സൂക്ഷിക്കണം. അക്തറു ഖതായ ഇബ്നു ആദമ ഫീ ലിസാനിഹി. ഏതാനും ചില സൂചനകൾ മാത്രമാണ് എൻ്റെ മുഅ്മിനീങ്ങളോട് ഞാൻ ഉണർത്തുന്നത്. മനുഷ്യന്മാരുടെ ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്. എല്ലാവിധ ദോഷങ്ങളുടെയും എല്ലാവിധ തിന്മകളുടെയും ക്യാപ്റ്റൻ ആരാണ്? അത് എല്ലില്ലാത്ത നാവാണ്. അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ് തന്നെ വല്ലാത്ത അത്ഭുതമാണ്. നല്ല രൂപത്തിലുള്ള ചുണ്ടും അതിൻ്റെ ഉള്ളിൽ കമ്പൗണ്ട് മാതിരി ഫിറ്റ് ചെയ്യപ്പെട്ട പല്ലും അതിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട മൂപ്പറാകുന്ന നാവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അത് നല്ല റൂട്ടിൽ മാത്രം ചെലവഴിക്കുന്ന സംവിധാനം നമുക്കുണ്ടാകണം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ അവയവത്തിൽപ്പെട്ട ഉദാഹരണത്തിന് കൈയിൻ്റെ വിരൽ തന്നെ ആയിക്കോട്ടെ. നമ്മുടെ കൈയിൻ്റെ വിരൽ ഒരു കത്തി കൊണ്ട് മുറിച്ചാൽ ഡോക്ടറെ സമീപിച്ചു, അല്ലെങ്കിൽ നാടൻ മരുന്ന് ചെയ്തു, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് അതിൻ്റെ മുറി അതേ മാഞ്ഞിപ്പോകും, അതിൻ്റെ വേദന ഇല്ലാതെയായി പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം തന്നെ ഇല്ലാതെയായി പോകും, മുറിഞ്ഞ അടയാളം. നേരെ മറിച്ച് ഒരു മനുഷ്യനിക്ക് വിഷമമുണ്ടാക്കുന്ന, ഒരു മനുഷ്യന്റെ ഖൽബിന് അതേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംസാരം നീ സംസാരിച്ചാൽ അതിൻ്റെ മുറി തമ്മിൽ കൂടുന്ന പ്രശ്നമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദോഷത്തിൻ്റെ ക്യാപ്റ്റനാകുന്ന, എല്ലാവിധ തെറ്റിൻ്റെ റിമോട്ടാകുന്ന നമ്മുടെ നാവിനെ നാം നല്ലവണ്ണം സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു നമ്മുടെ ഖൽബിൽ തന്ന ഈമാനിൻ്റെ വെളിച്ചമില്ലേ, അത് പണം കൊടുത്താൽ കിട്ടൂല, അത് അധികാരം കൊണ്ട് നേടിയെടുക്കാൻ കഴിയൂല. ആയതിനാൽ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമില്ലാത്ത ഒറ്റ സംസാരത്തിൽ നാം ഏർപ്പെടാൻ പോകണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ സമയങ്ങളിലും ഈമാനിൻ്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതേ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ എല്ലാ സമ്മേളനങ്ങളിലും എല്ലാ പ്രഭാഷണ വേദികളിലും ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നു. ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണം. അത് വല്ലാത്ത പ്രശ്നമാണ്. എത്രയെത്ര ചരിത്രം നമുക്കറിയാം. വലിയ വലിയ വാള് പറയുന്നവരാണ്, ആഖിബത്ത് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഖിബത്തിൻ്റെ കാര്യം വല്ലാത്ത പേടിയുള്ള കാര്യമാണ്. ഞാനടക്കം ശ്രദ്ധിക്കണ്ടേ എൻ്റെ കൂട്ടുകാരാ. غير تقي يأمر الناس بالتقى طبيب يداوي الناس وهو عليل. പ്രത്യേകിച്ചും വാള് പറയുന്ന മൈലാറ് നന്നാകണ്ടേ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, തഖ്വയില്ലാതെ, ഇഖ്ലാസില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ വഅദ് പറയുന്നവന്റെ ഉദാഹരണം എന്താണ്? രോഗിയായ ഡോക്ടറെ പോലെയല്ലേ എൻ്റെ മുഅ്മിനീങ്ങളെ? കാരണം എന്തേ? രോഗിയായ മനുഷ്യനെ ചികിത്സിക്കേണ്ടത് ഡോക്ടറല്ലേ? ഡോക്ടർ തന്നെ രോഗിയായി കിടന്നാലോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ വഅദുകളും ക്ലാസുകളും നമ്മുടെ പ്രഭാഷണങ്ങളും ആഖിറത്തിൽ വിജയമുണ്ടാക്കുന്ന ഇബാദത്തായി, ഈമാൻ സലാമത്താകാൻ ഹേതുവാകുന്ന ഇബാദത്തായി നീ ഖബൂലാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്താൻ പോകണ്ട. ഈമാനൊന്ന് സലാമത്തായി കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹ്, നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മഹബ്ബത്ത്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം തന്നെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനോട് മഹബ്ബത്ത് വെക്കുന്നതിൻ്റെ ഭാഗമാണ് അവിടുത്തെ മക്കളെ, അവിടുത്തെ പേരക്കിടാക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഷ്ടതകളും യാതനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് തലയിൽ നിന്ന് രക്തം ദാനം ചെയ്ത്, മുമ്പല്ല് ദാനം ചെയ്ത് ത്വായിഫിലൂടെ നടക്കുമ്പോൾ അന്ത മജ്നൂൻ എന്ന് പറഞ്ഞ് ത്വായിഫിലെ ജനത ഹബീബിനിക്ക് കല്ലേറ് നടത്തിയപ്പോൾ കാലിൽ നിന്ന് രക്തം ദാനം ചെയ്ത് യജമാനനായ ജഗന്നിയന്താവായ മേലായ റബ്ബിനിക്ക് സാഷ്ടാംഗം നിർവഹിക്കാൻ വേണ്ടി ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ചത്തവട്ടകത്തിന്റെ കുടൽമാല ശിരസിൽ വന്ന് ചാർത്തിയപ്പോ അവരോടും പുഞ്ചിരിയോടെ ഇടപെടുകയും അതുപോലെ ഊനിനും ഉറക്കിനും വില കൽപ്പിക്കാതെ അതുപോലെ തന്നെ അവിശ്രമമായ പരിശ്രമം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 23 വർഷത്തിന്റെ കാലയളവിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രധാനപ്പെട്ട നമ്മുടെ നേതാവ് പരിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു. അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും തുടങ്ങുന്ന ആയത്തിൽ അത് നമുക്ക് കാണാമല്ലോ. പരിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് പ്രത്യുപകാരമായി ഹബീബ് നമ്മളോടൊന്നും ചോദിച്ചിട്ടില്ല. അതിന് പ്രത്യുപകാരമായി ഹബീബ് നമ്മളോടൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ദീനിനെ ദീനായി ഞാൻ പൂർത്തീകരിച്ചു തന്നു, അതിന് പ്രത്യുപകാരമായി ഒന്നും ഹബീബ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നാം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, എൻ്റെ അഹ്ലുബൈത്തിനോട്, എൻ്റെ കുടുംബങ്ങളോട് ആദരവോടെയും ആത്മബന്ധത്തോടെയും സമീപിക്കണമെന്ന് മാത്രമാണ്. അതിന് പ്രത്യുപകാരമായി എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊന്നും എനിക്ക് പ്രത്യുപകാരമായി ആവശ്യപ്പെടാനില്ല. മക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളാകുന്ന എൻ്റെ ചെറുപ്പക്കാരാ, ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അഹ്ലു ബൈത്തി അമനതുല്ലി ഉമ്മത്തി. എൻ്റെ കുടുംബമുണ്ടല്ലോ, ഈ സമുദായത്തിൻ്റെ സുരക്ഷമാണ്. എൻ്റെ അഹ്ലു ബൈത്തുണ്ടല്ലോ, ഈ സമുദായത്തിൻ്റെ രക്ഷാ കവചമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന പരാമർശത്തിൽ കാണാം, ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ബിസ്മില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആത്മബന്ധത്തെ സംരക്ഷിക്കുവാൻ അവിടുത്തെ അഹ്ലുബൈത്തിനോട് അനുരാഗവും സമീപനവും നിങ്ങൾ നിലനിർത്തണം.
എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ അവിടുത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബുഖാരി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി നമ്മളോട് ഉണർത്തുകയാണ്, ഇഹ്ഫളൂഹു ഫീഹിം വലാ തുദൂഹും വലാ യുസീഉ ഇലൈഹിം. നിങ്ങൾ അഹ്ലുബൈത്തിനെ വേദനിപ്പിക്കുകയോ അവരോട് തെറ്റായി സമീപിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്യാൻ പാടില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, യജമാനനായ എൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമുണ്ടല്ലോ, അഹബ്ബു ഇലയ്യ മിൻ അൻ അസ്വില മിൻ ഖറാബതി, എൻ്റെ കുടുംബത്തെക്കാളും ഞാൻ, അതേ എൻ്റെ പരമ്പരയെക്കാളും ഞാൻ പ്രത്യേകമായി പരിഗണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെയാണ്. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബിൻ്റെ കുടുംബത്തോട് ധാരാളം മഹബ്ബത്ത് വെക്കുന്ന ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടാകണം, നമ്മുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ ഉണ്ടാകണം. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാ, തെല്ല കോൾഡെല്ലാം കുടിച്ചിട്ട് ഗറഗറായുണ്ടോ. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു സ്വഭാവം, അവിടത്തോടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ സെറ്റപ്പ് എത്രമാത്രം സ്വഹാബത്തിനിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നറിയാമോ? ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അനസിൻ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് ഹബീബ് പറയുന്നു, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഫഅൽ. മോനെ അനസേ, നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും പകയില്ലാതെ, ഒരാളോടും ചതിയില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ ജീവിക്കുന്ന നിലപാട് നീ ഉണ്ടാക്കിയെടുക്കണം. കാരണം മിൻ സുന്നത്തി, അത് എൻ്റെ നടപടിയിൽ പെട്ടതാണ്. വമൻ അഹ്യാ സുന്നത്തി, ആരെങ്കിലും എൻ്റെ നടപടി ഹയാത്താക്കിയാൽ അതേ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടം വെച്ചതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിനെ ഹയാത്താക്കിയാൽ അത് എന്നെ ഇഷ്ടം വെച്ചതുപോലെയാണ്. ഹബീബിൻ്റെ പ്രഖ്യാപനമാണ്. കഴിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഹയാത്താക്കിയാൽ കാന മഈ ഫിൽ ജന്ന, ആഖിറത്തിൽ അവൻക്ക് കിട്ടുന്ന ഓഫർ എന്തെന്നറിയാമോ? എൻ്റെ കൂടെ അവൻ സ്വർഗത്തിലാണ്. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാളെയും നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. എത്ര കണ്ട് ചീത്ത പറഞ്ഞാലും, എത്ര കണ്ട് അവഗണിച്ചാലും, എത്ര കണ്ട് നിസ്സാരപ്പെടുത്തിയാലും അങ്ങോട്ട് അതേ മുഖത്തിൽ ചീത്ത പറയുന്ന, നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം അത് ഹബീബിനിക്ക് ഇഷ്ടമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനിക്ക് ഓരോ ശത്രുക്കളും പല രൂപത്തിൽ ഹബീബിനിക്ക് പീഡനങ്ങൾ തുരിച്ചുവിട്ട സന്ദർഭത്തിൽ, ഹബീബിനിക്ക് പീഡനങ്ങൾ അയച്ചുവിട്ട സന്ദർഭത്തിൽ ഹബീബിനോട് സ്വഹാബത്ത് പറയുന്നു, ഉദുഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ? അപ്പോഴാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്നീ ലമുബ്അസ് ലഅന, പ്രിയപ്പെട്ട സ്വഹാബികളെ,
ആരെയും ശപിക്കാൻ വേണ്ടിയല്ല അള്ളാഹു എന്നെ നിയോഗിച്ചത്, ആരെയും ശത്രുത പുലർത്തി ജീവിപ്പിക്കാനല്ല എന്നെ അള്ളാഹു അയച്ചത്, ആർക്കും ശാപം വെക്കാനല്ല എന്നെ ഹബീബായ എൻ്റെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാളെയും ശപിക്കാനല്ല അള്ളാഹു എന്നെ അയച്ചത്, പക്ഷേ വഇന്നമാ ബുഇസ്തു റഹ്മാ, കാരുണ്യം കൊണ്ടാണ്, അതേ കരുണ കൊണ്ട് മാത്രമാണ്, കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം നമുക്ക് ഈ സ്വലാത്തിലൂടെ നിർത്തിവെക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ്. പരിശുദ്ധ ദീൻ നിസ്സാരമായി, പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങളെയും നിസ്സാരമായി കാണാൻ പാടില്ല. ഇവിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും അതൊരു നിസ്സാരമായ ഇബാദത്താണല്ലോ എന്ന് കണക്കാക്കാൻ പാടില്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ, കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കൽ അത് വലിയ സ്വദഖയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അയിമ്മത്തുകളായ അയിമ്മത്തുകൾ മുഴുവനും, ഇമാമുമാരായ ഇമാമുമാർ മുഴുവനും ഒരു സെക്കൻഡ് പോലും വെറുതെ കളയുന്നവരല്ല, ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കുന്നവരല്ല. അങ്ങനത്തെ മഹാന്മാരായ ഇമാമുമാർ മുഴുവനും ഹബീബിനെ മദ്ഹ് പറയാൻ സമയം കണ്ടെത്തുകയാണ്, ഹബീബിനെ പ്രകീർത്തിക്കാൻ അവർ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതല്ലേ നാം നേരത്തെ നിങ്ങളോട് പാടി കേൾപ്പിച്ചത്, ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഇമാ.